ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് ഗുരുദേവ കഥകളുടെ 6-ാം ദിവസമാണ്. നാണുവിന് 5 വയസ്സ് പൂർത്തിയായ അവസരത്തിൽ പിതാവായ മാടനാശാനും ഇളയ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരും നാണുവിനെ എഴുത്തിന് ഇരുത്താനുള്ള ആലോചനയിലായി. കൃഷ്ണൻ വൈദ്യന് നാണുവിനോട് വിശേഷിച്ചൊരു വാത്സല്യവും നാണുവിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം താല്പര്യവും ഉണ്ടായിരുന്നു. അവർ ഉത്തമനായ ഒരാളെ കൊണ്ട് നാണുവിൻ്റെ വിദ്യാരംഭം നടത്തിക്കണം എന്ന് തീരുമാനിച്ചു. ചെമ്പഴന്തിയിലെ കാരണവരായ മൂത്തപിള്ള സാത്വികനും പണ്ഡിതനും എല്ലാം കൊണ്ടും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയും ആയിരുന്നു. അദ്ദേഹം തൻ്റെ നാലുകെട്ടിനും പടിപ്പുരയ്ക്കും പുറത്തായി ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് നടത്തിപ്പോന്നിരുന്നു. നാണുവിൻ്റെ അച്ഛനും അമ്മാവനും നാണുവിൻ്റെ വിദ്യാരംഭം ചെമ്പഴന്തിയിലെ മൂത്തപിള്ളയെക്കൊണ്ട് നടത്തിക്കാമെന്നും നാണുവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ആയിക്കൊള്ളട്ടെ എന്നും തീരുമാനിച്ചു. ആ വർഷത്തെ വിജയദശമി നാളിൽ നാണുവിനെ കുളിപ്പിച്ച് കോടിവസ്ത്രം ഉടുപ്പിച്ച് രണ്ടുപേരും ചേർന്ന് കളരിയിലേക്ക് ആനയിച്ചു. അന്നേ ദിവസം വിജയദശമിയാകയാൽ അവിടെ ഗണപതി പൂജയും സരസ്വതി പൂജയും നടത്തപ്പെട്ടിരുന്നു. അന്ന് ഹരിശ്രീ കുറിക്കാനായി മറ്റ് പല കുട്ടികളും അവരുടെ പിതാക്കന്മാരോടൊപ്പം അവിടെ എത്തിയിരുന്നു. പിള്ളയ്ക്ക് മാടനാശാനും കൃഷ്ണൻ വൈദ്യരും പരിചിതരായിരുന്നു. നാണു ജനിച്ച കാലത്ത് ആ വിവരം മാടനാശാൻ വന്ന് ധരിപ്പിച്ചതും ജനിച്ച സമയത്തെ ഗ്രഹനില നോക്കി ഈ കുട്ടി ഭാവിയിൽ ഒരു മഹാൻ ആകും എന്നും പറഞ്ഞതും എല്ലാം മൂത്ത പിള്ളയ്ക്ക് ഓർമ്മ വന്നു. അദ്ദേഹം നാണുവിനെ നോക്കി ഐശ്വര്യമുള്ള മുഖവും അഴകുള്ള ദേഹവും വിനീതമായ ഭാവവും. അദ്ദേഹത്തിന് ആ കുട്ടിയോട് വിശേഷാൽ ഒരു വാത്സല്യം തോന്നി. നാണു ആശാന് ദക്ഷിണ കൊടുത്ത് പാദനമസ്കാരം ചെയ്തു. മൂത്തപിള്ള നാണുവിനെ മടിയിൽ ഇരുത്തി ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ കുറിച്ചു. പിന്നീട് തളികയിൽ വച്ചിരുന്ന പച്ചരിയിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് ഓരോ അക്ഷരവും വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതിപ്പിച്ച് ഉച്ചരിപ്പിച്ചു. പിന്നീട് എഴുന്നേറ്റ് വീണ്ടും ഗുരുവിന് ദക്ഷിണ നൽകി നാണു പാദ നമസ്കാരം ചെയ്തു. ഗുരു നാണുവിന് ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നവസ്തു എന്ന് എഴുതിയ ഒരു ഓല നൽകി ശിഷ്യനായി സ്വീകരിച്ചു. ഇങ്ങനെ നാണുവിൻ്റെ വിദ്യാരംഭമായി. ആ കാലത്ത് ആശാൻ കളരിയിൽ നിലത്ത് ഇരുന്ന് മുൻപിൽ വിരിച്ചിരിക്കുന്ന മണലിൽ അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടാണ് പഠനം ആരംഭിച്ചിരുന്നത്. ആദ്യം സ്വരാക്ഷരങ്ങളും തുടർന്ന് വ്യഞ്ജനാക്ഷരങ്ങളും പിന്നീട് അവയുടെ പെരുക്കങ്ങളും പിന്നീട് വാക്കുകൾ കൂട്ടി വായിക്കാനും തുടർന്ന് ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിപ്പിക്കും. ഗ്രന്ഥങ്ങൾ പനയോലയിൽ എഴുതിയവ ആയിരിക്കും. എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃത പഠനത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ സിദ്ധരൂപവും അമരകോശവും പഠിപ്പിക്കും. സിദ്ധരൂപത്തിൽ വിവിധ ഇനം നാമങ്ങളുടെയും ക്രിയകളുടെയും രൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നാമങ്ങൾക്ക് ഓരോന്നിനും ലിംഗം, വചനം, വിഭക്തി എന്നിവ അനുസരിച്ചുള്ള ഭേദങ്ങളും ക്രിയകൾക്ക് പ്രഥമപുരുഷൻ, മധ്യമപുരുഷൻ, ഉത്തമപുരുഷൻ എന്നിവ അനുസരിച്ചും
ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിവയനുസരിച്ചും ദശലകാരങ്ങൾ അഥവാ 10 കാലങ്ങൾ എന്നിവ അനുസരിച്ചും ഉള്ള രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതെല്ലാം ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ അതോടൊപ്പം ചില ലഘു കാവ്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ആ കാലത്തെ സാമാന്യ വിദ്യാഭ്യാസം ആയി. നാണു പഠനകാര്യത്തിൽ വളരെ സമർത്ഥനായിരുന്നു. ആശാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ പഠിക്കുമായിരുന്നു. തികച്ചും സൽസ്വഭാവിയും ആയിരുന്നു. ഒരു ജീവിയെയും ഹിംസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുകയില്ല. സഹപാഠികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ മുതിരുന്നത് കണ്ടാൽ അവരെ തടയുമായിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള സ്വഭാവ ഗുണങ്ങൾ കാണുകയാൽ ഗുരുവിന് നാരായണൻ എന്ന നാണുവിനോട് അതിയായ സ്നേഹവും വാത്സല്യവും തോന്നി. നാണുവിനെ വിദ്യാലയത്തിലെ ചട്ടമ്പി അഥവാ ഒന്നാമൻ എന്ന സ്ഥാനവും നൽകി. അന്നാളിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. ഒരു ദിവസം വൈകുന്നേരം വിദ്യാലയത്തിൽ നിന്നും കുട്ടികൾ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കുട്ടികൾ വഴിയിൽ ഒരു അവധൂത സന്യാസിയെ കാണുകയുണ്ടായി. താടിയും മുടിയും നീണ്ട പ്രാകൃത വേഷക്കാരനായ അയാളെ കുട്ടികൾ കൂകിയും ഒച്ചവെച്ചും കല്ലും മണ്ണും എറിഞ്ഞും ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കണ്ട നാണു അവരെ തടയാനും സന്യാസിയോട് ചേർന്ന് നിന്ന് ഏറുകളിൽ നിന്ന് അയാളെ രക്ഷിക്കുന്നതിനും ശ്രമിച്ചു. സന്യാസി കുട്ടികളുടെ ഈ പ്രവൃത്തി ഒരു കളി എന്നതുപോലെ ആസ്വദിക്കുന്നതായി കണ്ടു. എന്നാൽ നാണു തൻ്റെ കൂട്ടുകാരുടെ ഈ പ്രവൃത്തിയിൽ ദുഃഖിതനായിരുന്നു. മറ്റു കുട്ടികൾ ഒഴിഞ്ഞു പോയതിനു ശേഷം സന്യാസി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ ചുമലിൽ എടുത്തുകൊണ്ട് നാണുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. പ്രാകൃത വേഷക്കാരനായ ഒരുവൻ തൻ്റെ മകനെ ചുമലിലേറ്റി വരുന്നത് കണ്ട് നാണുവിൻ്റെ മാതാപിതാക്കൾ അമ്പരന്നു. സന്യാസി നാണുവിനെ മാതാപിതാക്കളുടെ മുമ്പിൽ നിർത്തിയതിനു ശേഷം അവരോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീട് പറഞ്ഞു, ഇവൻ പൂർവപുണ്യമുള്ളവനാണ്. ഇവൻ്റെ ജന്മം കൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ലോകവും സന്തോഷിക്കും. ഈ കുട്ടി ഒരു കുടുംബത്തിനോ ദേശത്തിനോ മാത്രം അവകാശപ്പെട്ട ഒരാളല്ല, സമസ്ത ലോകത്തിനും വഴികാട്ടിയായി തീരുന്നവനാണ്. അനേക നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മാത്രമേ ഇതുപോലുള്ള ഒരു മഹാത്മാവ് ജനിക്കുകയുള്ളൂ. നിങ്ങൾ ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് ഇവനെ വളർത്തുക, നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ മഹാത്മാവ് നാണുവിൻ്റെ ശിരസിൽ തഴുകി പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നകന്നു, എങ്ങോ മറഞ്ഞു. മാളനാശാനും കുട്ടിയമ്മയും ഒന്നും മനസ്സിലാകാത്തതുപോലെ സ്തബ്ധരായി നിന്നു. നമസ്കാരം.